സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചകൾ വഴിമുട്ടി നിൽക്കെ നിർണായക നീക്കവുമായി മുസ്ലിം ലീഗ്. ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാളിന്റെ ബ്രൈഡൽ കി ഷാദി ഫെസ്റ്റിന്റെ ഭാഗമാകാൻ ഈ വരുന്ന മെയ് 16 വൈകിട്ട് 3 മണിക്ക് ഞാനും എത്തുന്നു. അന്നേ ദിവസം അവിടെ വെച്ച് നടക്കുന്ന ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് iPhone 17 Pro Max സമ്മാനമായിട്ട് ലഭിക്കുന്നു. മാത്രമല്ല അന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പൊ മറക്കണ്ട, ഏവർക്കും സ്വാഗതം ഈ വരുന്ന 16 3 മണിക്ക്. ചരിത്ര വിജയം നേടിയ PK കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ലീഗിന്റെ നിർദ്ദേശം ഹൈക്കമാൻഡ് തള്ളിയാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് നീങ്ങാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. UDFിലെ കരുത്തുറ്റ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ ഇത്തവണ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലെത്തുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകണമെന്ന വികാരം അണികൾക്കിടയിൽ പുകയുകയാണ്. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗ് നേരത്തെ തന്നെ പിന്തുണച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരും ഹൈക്കമാൻഡിന്റെ അനിശ്ചിതത്വവും തുടരുന്ന സാഹചര്യത്തിൽ സ്വന്തം അവകാശവാദങ്ങൾ ശക്തമാക്കാനാണ് ലീഗിന്റെ നീക്കം. PK കുഞ്ഞാലിക്കുട്ടിയെ ഭരണത്തിന്റെ അമരത്തേക്ക് എത്തിക്കുക, നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വകുപ്പുകളും മന്ത്രിസ്ഥാനങ്ങളും ആവശ്യപ്പെടുക തുടങ്ങിയവയാണ് ലീഗിന്റെ പ്രധാന ആവശ്യങ്ങൾ. പൊതുമരാമത്തിന് പുറമെ പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകളിൽ കൂടി ആവശ്യപ്പെടാനാണ് സാധ്യത. വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് തന്നെ നിലനിർത്തുമോ, വെച്ചുമാറൽ ഉണ്ടാകുമോ എന്നും കണ്ടറിയണം. മുന്നണിയിലെ ഐക്യം നിലനിർത്തി പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാറുള്ള മുസ്ലിം ലീഗ് ഇത്തവണ തങ്ങളുടെ അർഹമായ രാഷ്ട്രീയ വിഹിതം ചോദിച്ചു വാങ്ങാനാണ് ഒരുങ്ങുന്നത്. CH മുഹമ്മദ് കോയക്ക് ശേഷം ഭരണത്തിൽ ഇത്രത്തോളം സ്വാധീനമുള്ള ഒരു കാലഘട്ടം ലീഗിന് മുന്നിലില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതോടെ ലീഗ് തങ്ങളുടെ തുറുപ്പുചീട്ടും പുറത്തെടുക്കും. ഉപമുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ എന്ന പ്ലാൻ ബിയും പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. UDF രാഷ്ട്രീയത്തിൽ ലീഗിന്റെ ഈ നീക്കം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. UDFിൽ ചർച്ച ചെയ്ത് ആവശ്യമായ ഇടപെടൽ നടത്താനാണ് ലീഗിന്റെ തീരുമാനം. കോൺഗ്രസ് ഈ സമ്മർദ്ദത്തിന് വഴങ്ങുമോ അതോ പുതിയ ഫോർമുലകൾ മുന്നോട്ട് വെക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ.